ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലളിതമായ കർത്തവ്യം. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുവിന്റെ ഏകത സമ്മേളനമാണ്. സംഘത്തിന്റെ 100ാം വാർഷികത്തിൽ സംഘത്തിന്റെ ചിന്താധാരയിൽ ഉയർന്നു വന്ന ഒരാശയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദുവിനെ ഒരുമിച്ച് നിർത്തേണ്ട ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംഘം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമ്മേളനം ഈ ഭാരതത്തിന്റെ സംസ്കൃതി, ആർഷഭാരതത്തിന്റെ സംസ്കൃതി, ഋഷികൾ സംഭാവന ചെയ്ത ഭാരതത്തിന്റെ സംസ്കൃതി, ഇത് ലോകത്തൊരിടത്തുമില്ല. ലോകത്തിന് മുഴുവൻ ആദരണീയമായ ഒരു സംസ്കൃതിയാണ് നമ്മുടേത്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, കാനനത്തിന്റെ അന്തർഭാഗത്ത് ഗുഹകളിൽ തപം ചെയ്തിരുന്ന ജ്ഞാനികളായ മഹർഷിമാരുടെ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച ആ വിജ്ഞാനം, അതിൽ നിന്നാണ് നമുക്ക് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ലഭിച്ചിരിക്കുന്നത്. ഈ വേദോപനിഷത്തുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് സാധാരണക്കാരന് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്ക് നമ്മളെ പോലെയുള്ള നമ്മുടെ കൂടെ വസിക്കുന്ന ജനങ്ങളുടെ കഥയായി അത് നമ്മളിൽ അവതരിപ്പിക്കണം. അത്തരത്തിലുള്ള അവതരണമാണ് ഇതിഹാസങ്ങളിലൂടെ ചെയ്തിരിക്കുന്നത്. രാമായണവും മഹാഭാരതവും നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് വലിയ സമ്പത്തുകളാണ്. ഏറെ പറയാൻ സമയമില്ല, എനിക്ക് 10 മിനിറ്റാണ് തന്നിട്ടുള്ളൂ, ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഈ സമ്പത്ത് എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും ഇനിയും നമ്മുടെ ഭാവി സ്വരൂപിക്കുവാൻ. രാമായണം എന്ന ആദികാവ്യം ഒരൊറ്റ കൃതി, അത് മാത്രം മതി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ്. ഉത്തമനായ ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു വാൽമീകി മഹാകവി ചെയ്തിട്ടുള്ളത്. രാമന്റെ കുടുംബത്തിന്റെ പ്രത്യേകതകൾ മാത്രം ആലോചിച്ചാൽ മതി. ദശരഥന്റെ കുടുംബം, ആ കുടുംബം എങ്ങനെയുള്ളതായിരുന്നു? അവിടെ നടന്ന കഥകൾ നമുക്കറിയാം. പക്ഷെ ഈ കഥകള് പഠിക്കുമ്പോഴ് വായിക്കുമ്പോഴ് നമ്മുടെ കുട്ടികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് ആ കഥകൾക്കിടയിലെ വരികൾക്കിടയിലൂടെ സൂചിപ്പിക്കുന്ന അർത്ഥതലങ്ങളാണ്. ഒരുപാട് കാര്യം, 1-2 നിസ്സാര കാര്യങ്ങള്, വളപ്പൊട്ടുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. വാൽമീകി രാമായണത്തില് വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും വനത്തിൽ കൊണ്ടുപോയി വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകം നമുക്കൊക്കെ അറിയാം. ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം. കൗസല്യാ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതി ഉത്തിഷ്ഠ നരശാർദ്രൂരാ കർത്തവ്യം ചൈവമന്യകം. ഈ 4 വരി എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വരി കേൾക്കുമ്പോൾ നമുക്ക്
അതിന്റെ അർത്ഥമൊക്കെ പറയാൻ സമയമില്ല, പറയുന്നില്ല. ഈ എങ്ങനെയാണ് മഹർഷി ഈ കുട്ടികളെ വനത്തിൽ സഞ്ചരിച്ച് ആശ്രമത്തിൽ കിടന്നുറങ്ങുന്ന വെളുപ്പിനെ ആ കുട്ടികൾ വിളിച്ചുണർത്തുന്നതെന്നറിയുമോ? കൗസല്യ സുപ്രജാരാമ. എന്താ വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികളെ സംബോധന ചെയ്തതെന്നറിയോ? രാമനെ സംബോധന ചെയ്യുക. കൗസല്യ സുപ്രജാരാമ. കൗസല്യയുടെ പൊന്നോമനപുത്രനായ രാമ. എങ്ങനെയാണ് രാവിലെ നമ്മൾ നമ്മുടെ കുട്ടികളെ വിളിച്ചുണർത്തേണ്ടത്? എഴുന്നേൽക്കുക. രാമന് കൗസല്യയെ കുറിച്ചുള്ള ആത്മബന്ധം അറിയാം. ആ വെളുപ്പിനെ പറയാണ് കൗസല്യ സുപ്രജാരാമ. ഇത് കേൾക്കുമ്പോൾ, ഈ വിളി കേൾക്കുമ്പോൾ തന്നെ കുട്ടി ഉണരുകയാണ്. അടുത്ത സംബോധന എന്താണെന്ന് അറിയുമോ? ഉത്തിഷ്ഠ നരശർദൂല. അല്ലയോ മനുഷ്യ സിംഹമായിട്ടുള്ളവനെ, കടുവയായിട്ടുള്ളവനെ. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ആ കുട്ടിക്ക് ഉത്തേജനം ഉണ്ടാവുകയാണ്. എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ? നമ്മള് രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്. നമ്മളൊക്കെ എങ്ങനെയാ നമ്മുടെ കുട്ടികളെ വിളിച്ചുണർത്തുന്നത്? എടാ, സ്കൂൾ ബസ് വരാറായി, പോത്തുപോലെ കിടന്നുറങ്ങുക, നീയൊക്കെ എന്തിനാണ് സ്കൂളിൽ പോന്നേ? ഇതല്ല പറയേണ്ടത്. ഇത് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു നിസ്സാര ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല.